ഈ കാര്യം കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. കാരണം കോവിഡിനെ സംബന്ധിച്ചിട്ടുള്ള കള്ളക്കണക്കുകൾ, കോവിഡിന്റെ പ്രചാരവേല ലോകം മുഴുവൻ നടത്തി കേരളത്തിൽ അത്ഭുതകരമായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പ്രചരിപ്പിക്കാൻ മുഖ്യമന്ത്രി ഉപയോഗിച്ചത് ഒരു PR ഏജൻസിയെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതിൽ രണ്ട് കാര്യങ്ങളാണ് പുറത്തു വരേണ്ടത്. ഒന്ന്, കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് ഈ PR ഏജൻസികൾക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുള്ള കോടികളുടെ കണക്ക്, ആ കണക്ക് മുഖ്യമന്ത്രി പുറത്തുവിടണം. ഈ കണക്ക് ഈ നാട്ടിലെ സാധാരണക്കാരന് 1600 രൂപ പെൻഷൻ കൊടുക്കാൻ പണമില്ല, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് എന്ന് പറയുന്ന മുഖ്യമന്ത്രി കോടികൾ സ്വന്തം ഇമേജ് വളർത്താൻ വേണ്ടിയിട്ട് PR ഏജൻസിക്ക്, സ്വകാര്യ PR ഏജൻസിക്ക് കൊടുക്കുകയാണ്. സർക്കാരിൽ ഒരു പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഒരു പ്രസ് സെക്രട്ടറി ഉണ്ട്, സർക്കാർ ശമ്പളം കൊടുക്കുന്ന ആളുകളുണ്ട്. അവര് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സർക്കാരിന്റെ വിവരങ്ങൾ പുറത്തുവിടാൻ വേണ്ടിയിട്ടാണ് PRD ഉണ്ടാക്കിയിരിക്കുന്നത്, പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ്. ഇങ്ങനെ ഒരു PR ഏജൻസിയെ കോടികൾ വെച്ച് വെക്കുകയാണെങ്കിൽ പിന്നെ PRDയുടെ ആവശ്യമില്ല, PRD പിരിച്ചുവിടണം. PRDക്ക് പകരം സ്വകാര്യ ഏജൻസിയാണ് കേരള ഗവൺമെന്റിൽ മുഖ്യമന്ത്രിയുടെ പബ്ലിക് റിലേഷൻസ് നടത്തുന്നത് എന്ന് മുഖ്യമന്ത്രി തന്നെ പരസ്യമായിട്ട് സമ്മതിച്ച സ്ഥിതിയിൽ ഈ കോടികളുടെ കണക്ക് കൂടി പുറത്തുവിടാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞതിൽ ഒരു വസ്തുതയുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഏറ്റവും കൂടുതൽ കള്ളക്കടത്തും സ്വർണ്ണക്കടത്തും ഹവാല ഇടപാടുകളും ഒക്കെ നടക്കുന്നത് മലപ്പുറം ജില്ലയിലാണെന്നാണ്. പിന്നീട് ചില ആക്ഷേപങ്ങളൊക്കെ വന്നപ്പോൾ ആരെ സന്തോഷിപ്പിക്കാനാണെന്ന് എനിക്കറിയില്ല, അദ്ദേഹം തിരുത്തിയിട്ട് പറഞ്ഞു അത് കരിപ്പൂർ വിമാനത്താവളം എന്നാക്കി. മലപ്പുറം ജില്ല എന്നുള്ളത് മാറ്റി കരിപ്പൂർ വിമാനത്താവളം എന്നാക്കിയത് ആരെ സന്തോഷിപ്പിക്കാനാണ്? സത്യം പറഞ്ഞതിന് ശേഷം അവിടുന്ന് വീണെടുത്ത് കിടന്നുരുളുന്ന ഒരു സ്ഥിതി, അങ്ങനെ ഒരു നയം, അങ്ങനെ ഒരു നിലപാടെടുത്തത് കൊണ്ട് സത്യമല്ലാതാകുന്നില്ല. അതുകൊണ്ട് ഈ തരത്തിലുള്ള കള്ളക്കടത്തുകളിൽ, ഈ കടത്തിലുള്ള സ്വർണ്ണക്കടത്ത്, ഇതൊക്കെ തടയാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന്, കേരള സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്ത് നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്? ഇത് മുഖ്യമന്ത്രിക്ക് അറിയാമെന്നുള്ള വളരെ വ്യക്തമായിട്ട് പുറത്തു വന്നു. ആരൊക്കെയാണ് ഇതിന്റെ പിന്നിലുള്ളത്? അങ്ങനെ അറസ്റ്റിലായിട്ടുള്ള ആളുകളുടെ പേരുകൾ പുറത്തുവിടാൻ മുഖ്യമന്ത്രി തയ്യാറാവുമോ? ഈ തരത്തിൽ മലപ്പുറം ജില്ല കള്ളക്കടത്തിന്റെയും ഹവാല ഇടപാടുകളുടെയും സ്വർണ്ണക്കടത്തിന്റെയും ഒക്കെ കേന്ദ്രമായതിന്റെ പിന്നിൽ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ കഴിഞ്ഞ കാലങ്ങളിൽ എടുത്തിട്ടുള്ള സമീപനം, ആ സമീപനമാണ് ഇത്തരത്തിലുള്ള ആളുകളോട് എടുത്തിട്ടുള്ള മൃദു സമീപനം. അതിലൂടെ ഭീകരവാദത്തിനെ അടക്കം പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം, ഈ സമീപനമാണ് എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടി നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. മുഖ്യമന്ത്രി ഈ കാര്യം ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നു. ഇനി വീണെടുത്ത് കിടന്നുരുളുന്നതിന് പകരം ഇത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം നടത്തി ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ അതിനാവശ്യമായിട്ടുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും എടുക്കേണ്ടത്. അതോടൊപ്പം ഞാൻ ആദ്യം പറഞ്ഞ 8 വർഷക്കാലത്തിനിടയിൽ PR ഏജൻസികൾക്ക് കൊടുത്തിട്ടുള്ള പണം എത്രയാണ് എന്നുള്ളത് കൂടി മുഖ്യമന്ത്രി കണക്ക് പുറത്തുവിടും. അല്ല, മുഖ്യമന്ത്രി പറഞ്ഞത് മലപ്പുറത്തുനിന്ന് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള സ്വർണ്ണക്കടത്തിന്റെയും ബാക്കിയുള്ളതൊക്കെ കണക്ക് പറഞ്ഞു. അത് അദ്ദേഹം പറയുന്നത് ആധികാരികമായിട്ടുള്ള വിവരമായിരിക്കുമല്ലോ. ആ ആധികാരികമായിട്ടുള്ള വിവരം പറഞ്ഞത് കൊണ്ട് മാത്രമായില്ല, ഈ തരത്തിലുള്ള സംഭവങ്ങൾ നടക്കാതിരിക്കാനുള്ള നടപടികൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തുണ്ടായി എന്നുള്ളത് കൂടിയാണ് കേരളത്തിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത്.